ഹലോ മച്ചന്മാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഹീറോ സ്പ്ലെൻഡർ എക്സ്റ്റെക് ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 1994 ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എന്ന പേരിൽ അവതരിച്ചതിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം വേണ്ടാത്തൊരു വണ്ടികളിലൊന്നായിരുന്നു. കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ ഇന്നും കിരീടം വെക്കാത്ത രാജാവായി വാഴുന്ന വണ്ടിയാണ് നമ്മുടെ സ്പ്ലെൻഡർ. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആയി കാണരുത് എന്ന് എനിക്ക് പറയാവുള്ളൂ. കാരണം ഈ വണ്ടി അതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ബ്ലൂ സ്ട്രിപ്പിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്ന എഴുത്തിങ് കാണിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ LED DRL യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോക്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ മഡ് ഗാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ടയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്, വിത്ത് ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടയറിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് സിയറ്റിന്റെ ടയറാണ് കൊടുത്തേക്കുന്നത്. അതും ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ആണ് കൊടുത്തേക്കുന്നത്. 80, 100, 18 ടയർ സൈസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കമ്പനി വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഈ സൈഡിലെ വിശേഷങ്ങളിലേക്ക് എടുക്കാൻ നമുക്ക് ഒരു ബ്ലൂ സ്ട്രിപ്പിംഗ് കൊടുത്തേക്കുന്ന ഒരു ടാങ്ക് കാണാം. പിന്നെ അവിടെ തന്നെ ഹീറോയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ പവർ സ്റ്റാർട്ട് എന്ന് എഴുതിയ നമ്മുടെ ഒരു ബോക്സ് ഇവിടെ കാണാം. അതുപോലെ തന്നെ സ്പ്ലെൻഡർ പ്ലസ് എക്സ്റ്റെക് എന്ന് എഴുതിയ നമുക്ക് സ്റ്റിക്കറിങ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കിക്കർ, ഫുഡ് റെസ്റ്റുകൾ, പിന്നെ സസ്പെൻഷൻ, പിന്നെ നമ്മുടെ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്ന അതേ സൈലൻസർ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണുന്നുണ്ട്. നമ്പർ പ്ലേറ്റിനുള്ള ഹോൾഡർ, റിഫ്ലക്ടർ, പിന്നെ ബാക്കിലത്തേക്കുള്ള മഡ് ഗാർഡിന്റെ എക്സ്റ്റൻഷൻ, ഇത്ര സാധനങ്ങൾ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലെ പോലെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള ബാഡ്ജിങ് കാണാം, സസ്പെൻഷൻ കാണാം. പിന്നെ ഈ സൈഡിൽ നമ്മുടെ സാരി ഗാർഡും ഫുഡ് റോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വണ്ടിയുടെ ഈ സൈഡിലത്തെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചെറിയൊരു എഞ്ചിനാണ്. ഇത് ചെറിയൊരു എഞ്ചിൻ ആണെങ്കിൽ പോലും ഇത് കാണിക്കുന്ന മാസ്മരികമായ പവറും പെർഫോമൻസും വേറൊരു വണ്ടിക്ക് അവകാശപ്പെടാൻ പറ്റാത്തവരാണ്. ഏത് കുന്നും ഏത് മലയും കയറാൻ കേപ്പബിൾ ആയിട്ടാണ്. വെറും 97 cc എഞ്ചിനാണ്. അതിന് മാക്സിമം ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ എന്ന് വെച്ചാൽ 6 BS പവറും 8 Nm ടോർക്കുമാണ്. എന്നാൽ പോലും അസാധാരണ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വണ്ടിയാണ്. അതിനൊപ്പം തന്നെ നല്ല മൈലേജ്, ഒരു 70+ മൈലേജും തരുന്ന ഒരു വണ്ടിയാണ്. നമുക്കിനി ഈ വണ്ടിയുടെ സ്വിച്ചസിന്റെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഈ വണ്ടിയുടെ സ്വിച്ചസിൽ മീറ്ററിലും ഫാൻസി ആയിട്ടുള്ള ഒരു ഫീച്ചറും അവർ കൊടുത്തിട്ടില്ല. സ്വിച്ചസ് എല്ലാം സാധാരണ പഴയ സ്പ്ലെൻഡറിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഡിമ്മും ബ്രൈറ്റും, നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോണ്, I3Sന്റെ സ്വിച്ച്, പിന്നെ നമ്മുടെ ഇഗ്നിഷന്റെ സ്വിച്ച്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഒരു മൊബൈൽ ചാർജിങ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്വിച്ചസിന്റെ വിശേഷം. നമുക്കിനി നമ്മുടെ വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കേൾക്കാം. വണ്ടിക്ക് കൊടുത്തേക്കെന്ന് വെച്ചാൽ നമുക്ക് യെല്ലോ കളറായിട്ടുള്ള ഒരു LCD മീറ്റർ തന്നെയാണ്, ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് വാർണിംഗ് സിമ്പിൾസ് ആയിട്ട് സൈഡ് സ്റ്റാൻഡ് കാണാം. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സിമ്പിൾ കാണാം. പിന്നെ നമ്മുടെ FIയുടെ വാർണിംഗ് കാണാം, ന്യൂട്രൽ കാണാം, ലോ ഫ്യൂൽ വാർണിംഗ് കാണാം. പിന്നെ ഈ മീറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സപ്പോർട്ടാണ്. അതായത് നമുക്ക് കോൾ അലേർട്സും SMS അലേർട്സും നമുക്ക് ഈ മീറ്ററിൽ തന്നെ കിട്ടുന്നതാണ്. വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ വണ്ടി വെറും 112 കിലോ വെയിറ്റ് മാത്രമേ വണ്ടിക്കുള്ളൂ. വണ്ടിയുടെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 9.8 ലിറ്റർ ആണ് വണ്ടിയുടെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി. ഒരു ആവറേജ് ഒരു എക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ഒരു 70 km/ലിറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. നമുക്കിനി ഈ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയാണെന്ന് കേട്ട് നോക്കാം. നമ്മൾ പഴയ സ്പ്ലെൻഡർ കേട്ട് പഴകിച്ച അതേ സൗണ്ട് തന്നെയാണ്, അതേ ആ സീറ്റ് സൗണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സ്പ്ലെൻഡറിനുള്ളത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. ഈ വണ്ടി 4 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. പിന്നെ കോട്ടയത്തെ എക്സ്-ഷോറൂം പ്രൈസ് വെച്ച് 80,000 രൂപയാണ്. പിന്നെ ഓൺ റോഡ് ഏകദേശം 1 lakh അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഈ വണ്ടിയെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊരിക്കലും ഒരു റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം ഈ വണ്ടി എന്താണെന്ന് എന്നെക്കാളും നന്നായിട്ട് മറ്റുള്ളവർക്ക് അറിയാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ വണ്ടി എന്താണെന്ന് നന്നായിട്ട് അറിയാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.